Okay, let us continue. Next question. Question 51. George Orwell's Animal Farm is a dash. Option A. Utopian fiction. B. Dystopian fiction. C. Magic realism. Utopia is a novel written by Thomas More. ശ്രദ്ധിക്കാം, തോമസ് മൂർ എഴുതിയിരിക്കുന്ന ഒരു നോവലിന്റെ പേരാണ് ഉട്ടോപ്യ. സി, ആ നോവലിൽ തോമസ് മൂർ എൻവിസേജസ് എ പെർഫെക്റ്റ് വേൾഡ്, സമ്പൂർണമായിട്ടുള്ള ഒരു ലോകത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഉട്ടോപ്യയിൽ പറയുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് എഴുതപ്പെട്ട ഒരു നോവലാണ് ഡൈസ്റ്റോപ്യൻ ഫിക്ഷൻ. ഓക്കെ, ആ പെർഫെക്റ്റ് എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രയും പെർഫെക്റ്റ് അല്ലാത്ത, റൂയിനസ്, ബാഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ജോർജ് ഓവൽസ് ആനിമൽ ഫാം ഈസ് എ ഡൈസ്റ്റോപ്യൻ ഫിക്ഷൻ. അതോടൊപ്പം തന്നെ ഉട്ടോപ്യ എന്നുള്ള ആ പേര് ശ്രദ്ധിക്കാം. ഉട്ടോപ്യ എന്നുള്ള ഫിക്ഷൻ അല്ലെങ്കിൽ നോവൽ എഴുതിയിരിക്കുന്നത് തോമസ് മൂറാണ്. ആനിമൽ ഫാം ജോർജ് ഓവൽ എഴുതിയിരിക്കുന്നതാണ്. ഉട്ടോപ്യൻ എന്നുള്ള ആശയത്തിന് വിരുദ്ധമായിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഫിക്ഷനാണ് ഡൈസ്റ്റോപ്യൻ. സോ the correct answer is dystopian fiction. Okay, 52 question. Who symbolizes the burden of the unconscious expectations a society places upon a woman in Roots and Shadows? Roots and Shadows അറിയാലോ, അതിൽ who symbolizes the burden of the unconscious expectations a society places upon a woman? ബോധമണ്ഡലത്തിലല്ല, അൺകോൺഷ്യസ് എക്സ്പെക്ടേഷൻസ് എ സൊസൈറ്റി പ്ലേസസ്, ഒരു സമൂഹം ഒരു സ്ത്രീയുടെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന, സ്ഥാപിക്കുന്ന അൺകോൺഷ്യസ് എക്സ്പെക്ടേഷൻസ്, അതാരിൽ എന്നുള്ളതാണ്. ഓപ്ഷൻ എ കിരൺ, ബി ജയൻ, സി ജെയിംസ്, ഡി ജോർജ്. ജയന്ത് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. John Donne belongs to the group of A Valediction Forbidding Morning എന്നുള്ള poem you might have learned, പഠിച്ചു കാണും. John Donne belongs to the group of, അറിയാലോ, റൊമാൻറ്റിക്സ് അല്ല, നോട്ട് നിയോ ക്ലാസിക്കൽ, നോട്ട് പ്രീ റാഫലേറ്റ്, ബട്ട് മെറ്റാഫിസിക്കൽ. John Donne belongs to the group of metaphysical poets. Okay, next question. Who was arrested for Sophie's death in God of Small Things? God of Small Things ൽ സോഫി മോളുടെ മരണത്തിന് ഉത്തരവാദിയായിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര് എന്നുള്ളതാണ്. Who was arrested for Sophie's death in God of Small Things? ഒരു പരിക്കൻ റഫ് വായന ഒന്ന് വായിക്കുന്ന ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നല്ലതായിരിക്കും. സിലബസിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വി കൻ എക്സ്പെക്ട്. ആൻസർ ചാക്കോ, വെളുത്ത, ബേബി കൊച്ചമ്മ, റാഹേൽ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെളുത്ത. ഓക്കെ, സോഫി മോളുടെ മരണത്തിന് ഉത്തരവാദിയായിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആരെയാണ്? വെളുത്ത. ഓക്കെ, next question. The setting of the bluest eye. The bluest eye എന്നുള്ളത് ആ ഫിക്ഷൻ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? മീൻസ് ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ലോറൈൻ, വെസെക്സ്, മിലാൻ, ഡബ്ലിൻ. ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് നോക്കാം. ലോറൈൻ ഈസ് ഇൻ അമേരിക്ക, വെസെക്സ് ഇംഗ്ലണ്ട്, മിലൻ ഇറ്റലി, ഡബ്ലിൻ അയർലൻഡ്. The fiction, The Bluest Eye, is set in Lorraine. ഓർമ്മിക്കുക, ലോറൈനിലാണ് ദ സെറ്റിംഗ് ഓഫ് ദ ബ്ലൂവസ്റ്റ് ഐ എന്ത് ചെയ്തിരിക്കുന്നത്, അതിന്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56. The ancient book on dramatic theory by ഭരതമുനി that deals with രസ. രസ തിയറിയുമായിട്ട് എഴുതപ്പെട്ട ഏൻഷ്യന്റ് ബുക്ക് നമുക്കറിയാം, നാട്യശാസ്ത്രമാണ്. നാട്യശാസ്ത്രം ഈസ് റിട്ടൺ ബൈ ഭരതൻ എഴുതിയിരിക്കുന്നതാണ് നാട്യശാസ്ത്രം.
നാട്യശാസ്ത്രത്തിലാണ് രസ സിദ്ധാന്തം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഐ റിപ്പീറ്റ്, ദ ഏൻഷ്യന്റ് ബുക്ക് ഓൺ ഡ്രമാറ്റിക് തിയറി ബൈ ഭരതമുനി ദാറ്റ് ഡീൽസ് വിത്ത് രസ, നാട്യശാസ്ത്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ക്രൈബ് ദ വേർഡ് ചെയിൻ. ഇവിടെ ഫെനറ്റിക് സിമ്പിൾ കമ്പ്യൂട്ടറിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക. ചെയിൻ ഒന്നാമത്തെ വായിക്കേണ്ടത്, നമ്മുടെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ചെയിൻ എന്നാണ്. ഒന്നാമത്തെ എഴുതിയിരിക്കുന്നത് ചൈൻ എന്നാണ്. ഓക്കെ, രണ്ടാമത്തവും ആ രീതിയിൽ തന്നെയാണ്, രണ്ടും ഒഴിവാക്കാം. മൂന്നാമത്തെ സി കൊടുത്തിരിക്കുന്നത് ചിൻ എന്നാണ്, ഡി ചെയിൻ. സോ ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഷ് എന്ന് എഴുതി കഴിഞ്ഞാൽ ച ആണ്, ചെയിൻ. ട്രാൻസ്ക്രിപ്ഷൻ കുറച്ച് വേർഡ്സ് ഞാൻ ബോർഡിൽ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അക്കോർഡിംഗ് ടു ദ പോയറ്റിക്സ്. Poetics was written by Aristotle. അരിസ്റ്റോട്ടിൽ എഴുതിയിരിക്കുന്ന എ ഹാൻഡ് ബുക്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ലിറ്ററേച്ചർ. സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബുക്ക് ആയിക്കൊണ്ട് കൊണ്ട് നടക്കേണ്ട ഒന്നാണ് പോയറ്റിക്സ്. കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, അരിസ്റ്റോട്ടിൽ എഴുതിയിരിക്കുന്ന രണ്ട് വർക്ക്സ്, ഒന്ന് പോയറ്റിക്സ് ആണ്, മറ്റൊന്ന് റെട്രിക്സ് ആണ്. പോയറ്റിക്സ് deals with the art of writing poetry and rhetorics deals with the art of speech. ഇവിടെ നല്ല റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ അക്കോർഡിംഗ് ടു ദ പോയറ്റിക്സ്. അപ്പോൾ നേരെ മുന്നോട്ട് പോകുന്ന ആ ഫോർച്യൂൺ നേരെ തിരിഞ്ഞു വരുന്നു, ദുരന്തത്തിലേക്ക് നീങ്ങുന്നു. അതിന് ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ നെയിം ഉണ്ട്, അനെക്നോർസിസ്, പാത്തോസ്, ഡൈനിയ, പെരിപ്പെറ്റിയ. പെരിപ്പെറ്റിയ is the right answer, peripetia. Okay, next question, Aristotle has said that poetry is the most philosophic of all writing. Aristotle has said, അങ്ങനെയാണ് ആ സെന്റൻസ് തുടങ്ങേണ്ടത്. have been told എന്നുള്ളത് I have been told, എന്നോട് ആരോ പറയപ്പെട്ടു എന്നുള്ളതിന്റെ പാസീവ് എക്സ്പ്രഷനാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ട് ആ സെന്റൻസിനെ നമുക്കൊന്ന് അപഗ്രഥിക്കാം. നേരെ എടുക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ ഹാസ് സെഡ്, അതിനിടയിൽ വന്നിരിക്കുന്നത് ഐ ഹാവ് ബീൻ ടോൾഡ്, എന്നോട് ആരോ പറഞ്ഞിരിക്കുന്നു. അരിസ്റ്റോട്ടിൽ ഹാസ് സെഡ് ദാറ്റ് പോയട്രി ഈസ് ദ മോസ്റ്റ് ഫിലോസഫിക് ഓഫ് ഓൾ റൈറ്റിംഗ്സ്. അപ്പോൾ എല്ലാ എഴുത്തുകളിലും ഏറ്റവും കൂടുതൽ ദാർശനിക കാഴ്ചപ്പാട്, ഏറ്റവും കൂടുതൽ ഫിലോസഫിക് ആയിട്ടുള്ള പോയട്രി ആണെന്ന് എന്നോട് ആരോ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അരിസ്റ്റോട്ടിലാണെന്ന്. ഈ ഒരു കമന്റ് വേർഡ്സ് വർത്തിൻ്റെതാണ്. ഇവിടെ വേർഡ്സ് വർത്തിന് ഐ ആയിക്കൊണ്ട് കാണാം. അപ്പൊ വേർഡ്സ് വർത്ത് പറയാണ് ഐ ഹാവ് ബീൻ ടോൾഡ്, എന്നോട് ആരോ പറയപ്പെട്ടിരിക്കുന്നു. എന്ത്? അരിസ്റ്റോട്ടിൽ ഹാസ് സെഡ്, അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു that poetry is the most philosophic of all writings. Identify the speaker. The speaker is William Wordsworth. Okay, next question, Coleridge states in Biographia Literaria. അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Biographia Literaria was written by S.T. Coleridge, Samuel Taylor Coleridge. He belongs to the Romantic age and he was one of the closest friends of William Wordsworth. വില്യം വേർഡ്സ്വർത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു S.T. Coleridge. S.T. Coleridgeും വില്യം വേർഡ്സ്വർത്തും കൂടെയാണ് ലിറിക്കൽ ബല്ലാഡ്സ് എന്നുള്ള ആന്തോളജി എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. കോൾറിഡ്ജ് സ്റ്റേറ്റ്സ് ഇൻ ബയോഗ്രഫിയ ലിറ്റററിയ, ഈ പുസ്തകത്തിൽ കോൾറിഡ്ജ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ഗുഡ് സെൻസ് ഇസ് ദ ബോഡി ഓഫ് പോയറ്റിക് ജീനിയസ്. ഗുഡ് സെൻസ്, ഔചിത്യം, നല്ല ബോധം എന്നൊക്കെ പറയില്ലേ. ഗുഡ് സെൻസ് ഈസ് ദ ബോഡി ഓഫ് പോയറ്റിക് ജീനിയസ്. ഫാൻസി ഇറ്റ്സ് ഡ്രേപ്പറി. ഫാൻസി മീൻസ് ഇമാജിനേഷൻ, അതിന്റെ അലങ്കാരമാണ്. മോഷൻ ഇറ്റ്സ് ലൈഫ്. ആൻഡ് ഇമാജിനേഷൻ ദ സോൾ. ഓർമ്മിക്കാം, ഇമാജിനേഷൻ ദ സോൾ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ചും മറിച്ചും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ബയോഗ്രഫിയ ലിറ്റററിയയിലെ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ
ചാപ്റ്റർ 14 ആണ് നിങ്ങളുടെ 14ാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആഴത്തിൽ വായിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇൻട്രൊഡ്യൂസർ ദ കോൺസെപ്റ്റ് ഓഫ് ടച്ച് സ്റ്റോൺ ഇൻ ലിറ്റററി ക്രിറ്റിസിസം? ഓക്കെ, ടച്ച് സ്റ്റോണിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാം. പണ്ടൊക്കെ ഇൻ ദ ഓൾഡൻ ടൈം, ഹൗ വി മെഷർ ദ പ്യൂരിറ്റി ഓഫ് ഹൗ ഡു വി മെഷർ ദ പ്യൂരിറ്റി ഓഫ് ദി ഗോൾഡ്? എങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്തിരുന്നത്? ഇന്ന് പോലും സ്വർണം എടുത്തിട്ട് ഒരു സ്റ്റോണിന്റെ മുകളിൽ പതുക്കെ എങ്ങനെ എന്ത് ചെയ്യും, ഉരച്ചു നോക്കും. എന്നിട്ട് അതിന്റെ തിളക്കം, ആ കല്ലിൽ കാണുന്ന സ്വർണത്തിന്റെ തിളക്കം നോക്കിക്കൊണ്ടായിരുന്നു മാറ്റ് കണക്കാക്കിയിരുന്നു. ഇപ്പോൾ ഇന്ന് 916 പല ആധുനിക മെത്തേഡ്സും കടന്നു വന്നു. അതേ രീതിയിൽ ഒരു നല്ല കവിത നല്ലതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ എന്ന് മാത്യു ആർണോൾഡ് പറയുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന പഠിക്കുന്നപ്പോൾ ഒരു പുതിയ കവിത നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കവിതയെ മറ്റൊരു മുൻപ് എഴുതപ്പെട്ട ഒരു നല്ല കാവ്യവുമായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതിനാണ് ഇവിടെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മുൻപ് എഴുതപ്പെട്ട നല്ല ഒരു കവിതയുമായിട്ട് ഈ പുതിയ കവിതയെ താരതമ്യം ചെയ്യുമ്പോൾ ഈ പഴയ നല്ല കാവ്യത്തിനോട് കോമ്പീറ്റ് ചെയ്യാൻ, പിടിച്ചു നിൽക്കാൻ ഈ പുതിയ കവിതക്കാവുന്നു എങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പോം, അതൊരു നല്ല കാവ്യമാണ്. എന്നിരുന്നാലും ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഉരക്കല്ല് രീതി എന്നുള്ള കാഴ്ചപ്പാട് ലിറ്റററി ക്രിറ്റിസിസത്തിലേക്ക് കൊണ്ടുവന്ന് ആരായിരുന്നു? മാത്യു ആർണോൾഡ്. മാത്യു ആർണോൾഡിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാത്യു ആർണോൾഡ്, ലോർഡ് ടെന്നിസൺ ആൻഡ് റോബർട്ട് ബ്രൗണിംഗ് ബിലോങ് ടു ദ വിച്ച് ഏജ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റൊമാൻറ്റിക് ആണോ മോഡേൺ ആണോ? അതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വിക്ടോറിയൻ. 3 പേരും ആരൊക്കെയാണ്? റോബർട്ട് ബ്രൗണിംഗ്, മാത്യു ആർണോൾഡ് ആൻഡ് ലോർഡ് ടെന്നിസൺ. 3 of these poets belong to the Victorian period. ഓക്കെ, എന്തായിരുന്നാലും ടച്ച് സ്റ്റോൺ മെത്തേഡ് ലിറ്റററി ക്രിറ്റിസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? മാത്യു ആർണോൾഡ്. ഓക്കെ, ഹു ഒപ്പൈൻഡ്. ഒപ്പൈൻ എന്നുള്ള വേർബായിട്ട് ഉപയോഗിക്കാം. നൗൺ ഒപ്പീനിയൻ ആണ്. ഹു എക്സ്പ്രസ്ഡ് ദ ഒപ്പീനിയൻ. Who opined that the business of the poet is not to find new emotions but to use the ordinary ones. ഒരു കവിയുടെ ബിസിനസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ടു ഫൈൻഡ് ന്യൂ ഇമോഷൻസ്, പുതിയ തരം ഇമോഷൻസ്, വികാരങ്ങൾ കണ്ടെത്തലില്ല. ബട്ട് ടു യൂസ് ദ ഓർഡിനറി വൺസ്, സാധാരണ വികാരങ്ങളെ കാവ്യമാക്കി മാറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്ന, അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആര് എന്നുള്ളതാണ്? T.S. എലിയറ്റ്. ഓർമ്മിക്കാം, T.S. എലിയറ്റിന്റെ ഒരു ട്രീറ്റൈസ്, പ്രബന്ധം ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. മിക്കവാറും ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ളതാണ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡോണ്ട് പ്രേ, പ്രേ എന്നല്ല പ്രൈ എന്നാക്കി മാറ്റണേ. പ്രേ എന്നുള്ള ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പ്രൈ ഡാഷ് അതർ പീപ്പിൾ സീക്രറ്റ്സ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കരുത്, അല്ലെങ്കിൽ അതിലേക്ക് ചൂഴ്ന്നിറങ്ങരുത് എന്നുള്ളതാണ്. ഓക്കെ, ഡോണ്ട് പ്രൈ ഇൻടു അതർ പീപ്പിൾ സീക്രറ്റ്സ്. ഇൻടു അതർ പീപ്പിൾ സീക്രറ്റ്സ്. ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പം അതിൽ കൂടാം, 5 വരെ ആവാം. കംപ്ലീറ്റ് വിത്ത് പ്രിപ്പോസിഷൻ എന്നാണ്. ഡോണ്ട് പ്രൈ എന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പ്രേ എന്നുള്ളത് പ്രേ പ്രാർത്ഥിക്കുകയാണ്. പ്രൈ മീൻസ് അങ്ങ് ചൂഴ്ന്നിറങ്ങുക, അന്വേഷിച്ച് ചെല്ലുക എന്നുള്ളതാണ്. Don't pry into other people's secret. 64. The armor bearer to Macbeth. മാക്ബത്തിന്റെ പടച്ചട്ട വാഹകൻ. ബെയർ മീൻസ് വഹിക്കുക. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അവസരത്തിൽ മാക്ബത്തിന്റെ പടച്ചട്ട ആരാണ് കൊണ്ടു നടക്കാറ് എന്നുള്ളതാണ്. അവസാനം മാക്ബത്ത് യുദ്ധത്തിന് പുറപ്പെടുമ്പം വിളിച്ചു പറയുന്നുണ്ട്, Satan, take my armor. സൈറ്റൺ, എൻ്റെ പടച്ചട്ട ഇങ്ങോട്ട് എടുത്തോളൂ. അതിൽ സൈറ്റൺ പറയുന്നത്, മൈ ലോർഡ് ഇറ്റ്സ് നോട്ട് ദ ടൈം. ഏയ്, യുദ്ധം അതിന് സമയമായിട്ടില്ല എൻ്റെ പ്രഭു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതായത് ദ മാൻ ഹൂ ഫോളോസ് മാക്ബത്ത് അണ്ടിൽ ഹിസ് ഡെത്ത് സൈലന്റ്ലി. ഒരു പരാതിയും പരിഭവവും ഒന്നും പറയാതെ
മാക്ബത്ത് നമുക്കറിയാം, നാടകത്തിന്റെ രണ്ടാമത്തെ ആക്ട് ആകുമ്പോഴേക്കും ഡെങ്കനെ നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നുണ്ട്, സ്കോട്ട്ലൻഡിലെ രാജാവാകുന്നുണ്ട്, പിന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും മാക്ബത്തിനോട് ഒരു പരാതിയും പരിഭവവും പറയാതെ സൈലന്റ് ആയിക്കൊണ്ട് മാക്ബത്തിന്റെ മരണം വരെ പിന്തുടരുന്ന മാക്ബത്തിന്റെ ഒരു സെർവന്റ് ആർമർ ബെയറർ ആയിരുന്നു സേറ്റൻ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാദർ ഫിഗർ ഇൻ ദ പോയം ഡാഡി. ഡാഡി എന്നുള്ള പോയം ആരാ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കാം, സിൽവിയ പ്ലത്ത്. സിൽവിയ ഗ്യാസ് അവനില്, അതായത് ഗ്യാസ് അടുപ്പിൽ തല വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവരുടെ ഒരുപാട് കവിതകൾ വായിച്ചതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും ലേഡി ലാസറസ് എന്നുള്ള കവിതയിൽ ഇങ്ങനെ അവർ പറയുന്നുണ്ട് രണ്ടുപേരും. ഡൈയിങ് ഈസ് എൻ ആർട്ട്, ഐ ഡു ഇറ്റ് എക്സെപ്ഷണലി വെൽ. ഒന്നുകൂടി ഓർമ്മിക്കാം, ഡൈയിങ് ഈസ് എൻ ആർട്ട്, മരണം ഒരു കലയാണ്. ഐ ഡു ഇറ്റ് എക്സെപ്ഷണലി വെൽ, അനന്യസാധാരണമാം വിധം ആ കല ഞാൻ നടപ്പിലാക്കുമെന്ന്, ഞാനത് ചെയ്യുമെന്ന്. അതേ രീതിയിൽ തന്നെ ഇലക്ട്രിക് അവൻ അടുപ്പ് എന്ത് ചെയ്തു, തുറന്നു വെച്ചു, അതിലേക്ക് സെലസ് വെച്ചു, ഓൺ ചെയ്തു, തല പൊട്ടി തെറിച്ചു പോവുകയായിരുന്നു. ടെഡ് ഹ്യൂക്സ് ആയിരുന്നു ഭർത്താവ്. ഭർത്താവുമായിട്ടുള്ള എന്തോ പ്രശ്നമായിരുന്നു. ഭർത്താവും അറിയപ്പെടുന്ന എന്തായിരുന്നു, പോയറ്റ് ആയിരുന്നു. ഓക്കെ, but Daddy is a poem written by Sylvia Plath. സിൽവിയ പ്ലത്ത് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഡാഡി. ചോദ്യം ഇതാണ്, ഇതിലെ ഫാദർ ഫിഗർ ആര് എന്നുള്ളതാണ്. An American is not the correct answer. A Jew is not the answer. A Nazi is the right answer. അപ്പോ നാസി എന്നുള്ളതാണ്. തന്റെ പിതാവ് ഒട്ടോമൻ പ്ലാത്ത് ഒരു നാസിയെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ഇലക്ട്ര കോംപ്ലക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പദമുണ്ട് സൈക്കോളജിയിൽ. ഒരാളോട് അമിതമായിട്ടുള്ള സ്നേഹം, അതേ കഠിനമായിട്ടുള്ള വെറുപ്പും, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥക്കാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഷീ സഫേർഡ് ദിസ് ഡിസീസ്. പിതാവിനോട് അത്രയും കൂടുതൽ സ്നേഹമായിരുന്നു. ഒരു മോഡൽ മാൻ ആയിക്കൊണ്ടായിരുന്നു തന്റെ പിതാവിനെ, ഒട്ടോമൻ പ്ലാത്തിനെ ആര് കണ്ടിരുന്നത്, സിൽവിയ കണ്ടിരുന്നു. മനസ്സിലായി? അപ്പോ പക്ഷെ പിതാവ് നാസികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിതാവിനോട് അത്രയും കൂടുതൽ വെറുപ്പുമായിരുന്നു. ഇതിലെ ഫാദർ ഫിഗർ ആയിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? എ നാസി, ഒരു നാസിയാണ്. ഡാഡി ദൗ ബാസ്റ്റാർഡ് എന്ന് വിളിച്ചിരിക്കുന്നു ഒരു കവിതയിൽ. ആര് തന്നെയാണ്? സിൽവിയ പ്ലത്തിനെ. ഓക്കെ, ഓർമ്മിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഓതേർഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഭാഷയും സാഹിത്യവും എന്നുള്ള കൃതിയുടെ ഓതർ ആര് എന്നുള്ളതാണ്. ഹു ഓതേർഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ദ റൈറ്റ് ആൻസർ ഈസ് വിക്ടർ ഷ്കൊളോവ്സ്കി. ഓക്കെ, വിക്ടർ ഷ്കൊളോവ്സ്കി ഈസ് ദ റൈറ്റ് ആൻസർ. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് വിക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേരിയന്റ് ഫോംസ് ഓഫ് ദ സെയിം ഫെനീം. I have taught you in my previous class that there are 44 phonemes in English. Those 44 phonemes can again be classified into 20 vowels and 24 consonants. The 20 vowels can again be classified into 12 pure vowels or monophthongs and 8 diphthongs. Question അതല്ല, ഒരേ ധ്വനിയുടെ ഉച്ചാരണത്തിലെ വ്യത്യസ്ത രൂപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതൊക്കെ, ലവ്, ലീവ്, അതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ബൾക്ക്, മിൽക്ക്, അതിൽ അത്രത്തോളം ക്ലിയർ അല്ല. പക്ഷെ രണ്ടും ഒരേ ഫെനീമായിട്ടുള്ള ലീയുടെ വ്യത്യസ്ത ഫോമാണ്. സപ്പോസ് പിറ്റ്, പാക്ക്, ലിസ്. മനസ്സിലായി? അപ്പൊ പിറ്റ്, പാക്ക്, പക്ഷെ ലിസ്, സ്പിൻ, ഇതിലൊക്കെ തന്നെ പാക്ക്, പിൻ എന്നുള്ളതിൽ സ്ട്രെസ്ഡ് ആണ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. പക്ഷെ ലിസ് നോട്ട് ഫുള്ളി റിലീസ്ഡ്. സ്പിൻ മറ്റൊരു വെറൈറ്റിയാണ്. സോ ദ ഡിഫറെന്റ് വെറൈറ്റീസ് ഓർ ദ വേരിയന്റ് ഫോംസ് ഓഫ് ദ സെയിം ഫെനീം ഈസ് നോൺ ആസ് അല്ലഫോൺസ്. ഓർമ്മിക്കാം, അല്ലഫോൺസ് സമശബ്ദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡന്റിറ്റി ഓഫ് ഗോദോത്ത് ഇൻ ബെക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്.
It's a French title. Godot means God. ബെക്കറ്റ് എഴുതിയിട്ടില്ല, സാമുവൽ ബെക്കറ്റ് എഴുതിയിട്ടില്ല ഒരു എബ്സേർഡ് പ്ലേ ആണ്. ഓർമ്മിക്കാൻ, എബ്സേർഡ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ഇടയിൽ അറിയാതെ ഇങ്ങനെ വീഴുന്ന അപ്പം നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ബെക്കറ്റ് എഴുതിയിട്ടില്ല, എബ്സേർഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ എബ്സേർഡ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലേ ആണ്. ഇതിലെ ഗോദോത്തിന്റെ ഐഡന്റിറ്റി, ഹു ഈസ് ഹി എന്നുള്ളതാണ്. ഫാമർ, slave, merchant. Godot's identity is not given in the text. So, our answer is no identity. നമ്മുടെ ഉത്തരം എന്താണ്? No identity. Okay. Next question. Which of the following is a bound morpheme? Morphology is a branch of linguistics. ഭാഷാശാസ്ത്ര പഠനത്തിന്റെ ഒരു ബ്രാഞ്ചാണ് മോർഫോളജി. മോർഫോളജി ഡീൽസ് വിത്ത് മോർഫിംഗ്സ്. ഓർമ്മിക്കാം, മോർഫോളജി കൈകാര്യം ചെയ്യുന്ന മോർഫിംഗ്സ് ആണ്. മോർഫിംഗ് ഈസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ വേർഡ്. അർത്ഥം കിട്ടുന്ന, അതായത് ഫെനീം കഴിഞ്ഞാൽ ധ്വനിക്ക് അർത്ഥമില്ല, അവർക്ക് അർത്ഥമില്ല, പക്ഷെ മോർഫിംഗിന് അർത്ഥമുണ്ട്. ഇപ്പൊ ഗോ, ഈറ്റ്, കം എന്നുള്ളതൊക്കെ മോർഫിംഗ്സ് ആണ്, അതിനൊക്കെ അർത്ഥമുണ്ട്. ഫെനീം കഴിഞ്ഞാൽ പിന്നെ അർത്ഥം കിട്ടുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് മോർഫിംഗ്. മോർഫിംഗിനെ കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി, എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. സി, മോർഫിംഗ്സ് ആർ ഡിഫറെന്റ് ടൈപ്സ്. മോർഫിംഗ്സിനെ നമുക്ക് പലതായിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ക്ലാസിഫിക്കേഷൻ ഈസ് ഫ്രീ മോർഫിംഗ് ആൻഡ് ബൗണ്ട് മോർഫിംഗ്. ഫ്രീ മോർഫിംഗ്സ് ആർ മോർഫിംഗ് that can stand independently. For example, go, come, eat, dance, write, run എന്നുള്ളൊക്കെ ഫ്രീ മോർഫിംഗ്സ് ആണ്. അവയ്ക്കൊക്കെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റും. ബൗണ്ട് മോർഫിംഗ് can't stand independently. Instead, they are attached to a free morpheme. ഓർമ്മിക്കുക, ബൗണ്ട് മോർഫിംഗ്സിന് ഒരിക്കലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. ബൗണ്ട് മോർഫിംഗ്സ് എപ്പോഴും ഫ്രീ മോർഫിംഗ്സിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ബൗണ്ട് മോർഫിംഗ് എന്നുള്ളതാണ്. ഗോ ഈസ് എ ഫ്രീ മോർഫിംഗ് ബിക്കോസ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്ലി. നെസ് ഈസ് എ ബൗണ്ട് മോർഫിംഗ്. നെസ് എന്നുള്ള ഒരിക്കലും ഫ്രീ മോർഫിംഗ് അല്ല. ഒരു ഫ്രീ മോർഫിംഗിനോട് കൂട്ടിച്ചേർക്കുന്ന ഒന്നാണ് നെസ്. സപ്പോസ് കൈൻഡ്, കൈൻഡ്നസ്. ഓക്കെ, കൈൻഡ് എന്നുള്ള പദത്തിനോട് നമുക്ക് നെസ് കൂട്ടിച്ചേർക്കാം. ഓക്കെ, കൈൻഡ്നസ്. അപ്പൊ നെസ് എന്നുള്ള ബൗണ്ട് മോർഫിംഗ് ആണ്. ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ് എന്നുള്ള ഫ്രീ മോർഫിംഗ് ആണ്. സിറ്റ് എന്നുള്ള ഫ്രീ മോർഫിംഗ് ആണ്. ഓക്കെ, ബൗണ്ട് മോർഫിംഗ്സ് ആർ ഓൾവേസ് അറ്റാച്ച്ഡ് ടു എ ഫ്രീ മോർഫിംഗ്. Another example, full is a bound morpheme. Beautiful, കാരണം ബ്യൂട്ടി എന്നുള്ള ഫ്രീ മോർഫിംഗോടൊപ്പമാണ് ബൗണ്ട് മോർഫിംഗ് ഫുൾ കൂട്ടിച്ചേർക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഓക്കെ, മോർഫിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ചില പദം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര മോർഫിംഗ്സ് ഉണ്ട് എന്നിങ്ങനെ നമുക്ക് തിരിച്ചറിയാം. സപ്പോസ് അൺഫെയ്ത്ത്ഫുൾനെസ്, ആ വേർഡിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അൺഫെയ്ത്ത്ഫുൾനെസ്. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെക്കാം. അൺഫെയ്ത്ത്ഫുൾനെസ് ഒന്ന് എഴുതിയേക്കാം. അൺഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള പദത്തിൽ there are 4 മോർഫിംഗ്സ്. അതിൽ 4 മോർഫിംഗ്സ് ആണ്. ഏതൊക്കെ നോക്കാം, നോട്ട്ബുക്കിൽ എഴുതാം. അൺഫെയ്ത്ത്ഫുൾനെസ്. ഓക്കെ, അതിൽ 3 ബൗണ്ട് മോർഫിംഗ്സ് ആണ്. അൺബൗണ്ട് മോർഫിംഗ് ആണ്, ഫുൾ ബൗണ്ട് മോർഫിംഗ് ആണ്, നെസ് ബൗണ്ട് മോർഫിംഗ് ആണ്. ദ ഓൺലി ഫ്രീ മോർഫിംഗ് ഇൻ അൺഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നുള്ളതാണ് അതിലെ ഫ്രീ മോർഫിംഗ്. അപ്പോൾ ഫ്രീ മോർഫിംഗ്സിനെ കുറിച്ചും ബൗണ്ട് മോർഫിംഗ്സിനെ കുറിച്ചും ഒരു ഏകദേശം ധാരണ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂസ് ഐഡിയാസ് ഇൻസ്പയർഡ് ടീച്ചിങ് ഗ്രാമർ? ടീച്ചിങ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ ഉടൻ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഫുൾ ഫോം കടന്നു വരണം. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ.
ഓർമ്മിക്കാം, TG ഗ്രാമർ. ഇറ്റ്സ് ഫുൾ ഫോം ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. ആരുടെ ആശയമാണ് ഇതിന് പ്രചോദനമായത്? ഹുസ് ഐഡിയാസ് ഇൻസ്പയർഡ് TG ഗ്രാമർ? എംസൺ, ഷൂഷർ, നോം ചോംസ്കി, യൂങ്. The correct answer is Noam Chomsky. He was an American structuralist and philosopher. അമേരിക്കയിലെ ഒരു ഫിലോസഫർ, അതോടൊപ്പം തന്നെ ഒരു സ്ട്രക്ചറലിസ്റ്റ് ആയിരുന്നു. നല്ല ഒരു എന്തായിരുന്നു ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്നു നോം ചോംസ്കി. വില്യം എപ്സൺ, ദ 7 types ഓഫ് ആംബിഗ്വിറ്റി. എംസൺ എഴുതിയിട്ടുള്ള, ഓർമ്മിക്കാം, എംസൺ എഴുതിയിരിക്കുന്ന ഒരു ക്ലാസിക്കൽ വർക്കാണ് 7 types ഓഫ് ആംബിഗ്വിറ്റി. Schuster, Ferdinand D. Schuster, an extra brilliant genius who taught in Geneva University and who is considered as the father of modern linguistics. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിക്കുക. എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ചോംസ്കി നമ്മളിവിടെ ഉത്തരം കണ്ടു കഴിഞ്ഞു. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണെങ്കിൽ കാൾസ് എസ് യൂങ് എന്നോ യങ് എന്നോ പ്രനൗൺസ് ചെയ്യാം. ദ ഗോൾഡൻ ബൗ. യൂങ്ങിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കിന്റെ പേരാണ് ദ ഗോൾഡൻ ബൗ. ബൗ BOUGH. മിത്തിനെ കുറിച്ചും സാഹിത്യത്തിൽ മിത്തിന്റെ ഉപയോഗത്തിനെ കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന ഒരു പുസ്തകമാണ്. അല്പ സൈക്കോളജിയും കൂടെ കടന്നു വരുന്നത്. കാൾസ് എസ് യൂങ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഞാൻ പറഞ്ഞു, ദ ഗോൾഡൻ ബൗ. Okay, next question. 72. P is an example for 44 phonemes. 24 consonants are there. Among these 24 consonants, P is one. 24 consonants ഉണ്ട്. അതിൽ ഒരു കോൺസണന്റ് ആണ് P. P എന്നുള്ളത് is an example for voiceless bilabial plosive, voiced bilabial plosive, voiceless velar plosive, voiceless alveolar plosives. ആദ്യം നിങ്ങളെ പ്ലോസീവ്സ് ഏതൊക്കെയാണെന്ന് പഠിപ്പിക്കാം. വളരെ സിമ്പിളാണ്. അവിടുന്ന് ഒരു മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അവസരം എന്ത് ചെയ്യാം, നഷ്ടപ്പെടും. ഒറ്റ മാർക്കായിരിക്കും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാം. ഇംഗ്ലീഷിൽ പ്ലോസീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ എഴുതി വെക്കാം. ഞാൻ PB എന്ന് പറയില്ല, ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. സ്മോൾ ലെറ്ററിൽ എഴുതാം. P, B, T, D, K, G. ശരിക്കും ഓർമ്മിക്കാം. P സ്മോൾ ലെറ്ററിൽ P എന്ന് എഴുതാം. B സ്മോൾ ലെറ്ററിൽ B എന്ന് എഴുതാം. T സ്മോൾ ലെറ്ററിൽ T എഴുതാം. D സ്മോൾ ലെറ്ററിൽ D എഴുതാം. K സ്മോൾ ലെറ്ററിൽ K എഴുതാം. G സ്മോൾ ലെറ്ററിൽ G എഴുതാം. G ആണ് G എന്നുള്ള. അപ്പോൾ P, B, T, D, K, G are plosives in English. ഇംഗ്ലീഷിൽ പ്ലോസീവ്സ്, കാരണം ഇവ ഉച്ചരിക്കുന്ന അവസരത്തിൽ എ സ്മോൾ പ്ലോഷൻ സൗണ്ട് ക്യാൻ ബി ഹേർഡ്. ഒരു ചെറിയ വിസ്ഫോടനാത്മകമായിട്ടുള്ള ശബ്ദം കേൾക്കാം. അതുകൊണ്ടാണ്, കാരണം എയറിനെ നമ്മൾ വായ്ക്കുള്ളിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തതിനു ശേഷം എയർ ഈസ് കംപ്രസ്ഡ് ദെൻ റിലീസ്ഡ് സഡൻലി. വായ്ക്കകത്ത് എയറിനെ ഇട്ടിട്ട് കംപ്രസ് ചെയ്തതിനു ശേഷം, അടക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് പ്ലോസീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ 6 പ്ലോസീവ്സ് എന്തൊക്കെയാണ്? P, B, T, D, K, G. അതിൽ P ഈസ് വോയിസ്ലെസ് ബൈലാബിയൽ പ്ലോസീവ്. എഴുതി വെക്കാം. 6ഉം എഴുതി വെക്കാം. ഇപ്പൊ തന്നെ പഠിപ്പിക്കാം. P ഈസ് വോയിസ്ലെസ് ബൈലാബിയൽ പ്ലോസീവ്. ബൈലാബിയൽ എന്ന് പറയുമ്പോൾ യൂസിങ് ബോത്ത് ദ ലിപ്സ്. ലാബ് മീൻസ് ചുണ്ടാണ്, ബൈ മീൻസ് 2 ആണ്. 2 ചുണ്ടുകളുടെ സഹായത്തോടു കൂടിയാണ് P, B ഉച്ചരിക്കുന്നത്. P, B 2 ചുണ്ടുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക, ടച്ച് ചെയ്യുക, നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ P ഈസ് വോയിസ്ലെസ് ബൈലാബിയൽ പ്ലോസീവ്. ഓക്കെ, അടുത്ത B എഴുതി വെക്കും. B ഈസ് വോയിസ്ഡ് ബൈലാബിയൽ പ്ലോസീവ്. B ഈസ് വോയിസ്ഡ്
bilabial plosive. Okay. T is voiceless alveolar plosive. ശ്രദ്ധിക്കുക. T is voiceless alveolar plosive. D is voiced alveolar plosive. D is voiced alveolar plosive. അടുത്ത നോക്കാം. Q is voiceless velar plosive. ഇവിടെ നിന്നാണ് velar. Q is voiceless velar plosive. G is voiced velar plosives. ഇപ്പൊ ബ ട് ഡ് ക ഗ എന്നുള്ള ജോഡിയാക്കി മാറ്റുമ്പോൾ പ ബ ഫസ്റ്റ് ജോഡി, ട് ഡ് സെക്കൻഡ് ജോഡി പെയർ, ക ഗ മൂന്നാമത്തെ ജോഡി. ആദ്യത്തേതൊക്കെ തന്നെ പ വോയിസ്ലെസ് ആണ്, ട് വോയിസ്ലെസ് ആണ്, ക വോയിസ്ലെസ് ആണ്. ഓക്കെ, അവിടെ അത് ക്ലിയർ ആയിട്ട് വീണ്ടും ഓഡിയോ കേട്ടതിന് ശേഷം ക്ലിയർ ആയിട്ട് അത് പഠിക്കുക. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മേ ബി എക്സ്പെക്റ്റഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് voiceless bilabial plosive. Okay, next question. Mark the primary stress in the word another. Another എന്നുള്ളതിൽ പ്രൈമറി സ്ട്രെസ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഗ്രാജുവേറ്റ്സ് എന്ന നിലക്ക് ഒരു പേപ്പർ ഫെനറ്റിക്സ് പഠിച്ചു കാണും. അതിൽ വേർഡ് സ്ട്രെസ് ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിക്കേണ്ടതായിരുന്നു. ഫോറിൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോംപ്ലിക്കേഷൻ വരുന്ന ഒന്നാണ് വേർഡ് സ്ട്രെസ്. എവിടെയാണ് ഒരു പദത്തിൽ സ്ട്രെസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു നിയമം ഈ ഒരു പദത്തിലൂടെ ഞാൻ പഠിപ്പിക്കാം. പ്രിഫിക്സ്, വീക്ക് പ്രിഫിക്സ് കടന്നു വരികയാണെങ്കിൽ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് മുമ്പിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതാണ്. ഇപ്പൊ ബൗട്ട് എന്നുള്ളതിന് മുമ്പിൽ ആ കൂട്ടിച്ചേർത്തു അബൌട്ട്, നദർ എന്നുള്ളതിന് മുമ്പിൽ ആ കൂട്ടിച്ചേർത്തു അനദർ, ഗോ ഗോ എന്നുള്ളതിന് മുമ്പിൽ ആ കൂട്ടിച്ചേർത്തു, ബിലോ ലോ എന്നുള്ളതിന് മുമ്പിൽ ബി കൂട്ടിച്ചേർത്തു, ബിനീത്ത് മനസ്സിലായി, നീത്ത് എന്നുള്ളതിന്റെ മുമ്പിൽ ബി കൂട്ടിച്ചേർത്തു. അങ്ങനെ പ്രിഫിക്സ് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ റൂട്ട് വേർഡിനായിരിക്കണം സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അഗോ, എഗോ എന്നൊരിക്കലും പ്രൊനൗൺസ് ചെയ്യരുത്, അഗോ. ഓക്കെ, അഗെയിൻ അല്ലെങ്കിൽ അഗെയിൻ രണ്ടും കറക്റ്റ് ആണ്. അഗെയിൻ എന്ന് പറയാം അല്ലെങ്കിൽ അഗെയിൻ. അവിടെയൊക്കെ തന്നെ അഗോ അഗെയിൻ എന്നുള്ളതിന് ഗിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. another എന്നുള്ളതിന് നെനാണ് സ്ട്രെസ്. അബൌട്ട് എന്നുള്ളതിന് ബേനാണ് സ്ട്രെസ്. ഓക്കെ, ബിലോ എന്നുള്ളതിന് ലേനാണ് സ്ട്രെസ്. ബിനീത്ത് എന്നുള്ളതിന് നെനാണ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ another സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദ നിക് നെയിം ഓഫ് ലോറ വിങ്ഫീൽഡ്. ലോറ വിങ്ഫീൽഡ് ഏത് കൃതിയില് ഏത് വോക്കില് കഥാപാത്രമാണ് എന്നറിയോ? ലോറ വിങ്ഫീൽഡ്. ദ ഗ്ലാസ് മെനാഷറി. ദ ഗ്ലാസ് മെനാഷറി എന്നുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്ലേയിലാണ് ലോറ കഥാപാത്രമായിക്കൊണ്ട് കടന്നു വരുന്നത്. അതില് ലോറക്ക് ഒരു നിക് നെയിം ഉണ്ട്. ഇറ്റ്സ് ബ്ലൂ റോസീസ്. ബ്ലൂ റോസീസ് ഓർമ്മിക്കാം. ദ നിക് നെയിം ഓഫ് ലോറ വിങ്ഫീൽഡ്. വീട്ടില് പഠിച്ചിരിക്കുന്ന ഗ്ലാസ് മെനാഷറി എന്നുള്ള ചെറിയ നോവൽ ഉണ്ടെങ്കിൽ, പ്ലേ നാടകം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഒന്നുകൂടെ വായിക്കാം. ഈ നാടകത്തിന്റെ ഫിലിം വേർഷൻ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള അകലെ, ആ സിനിമ പറ്റുമെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, ഗ്ലാസ് മെനാഷറി എന്നുള്ളതിന്റെ ഫിലിം വേർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ക്രൈബ് ദ വേർഡ് എക്സാമിനേഷൻ. എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒന്ന് വെട്ടിത്തിരുത്തിയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. എ എന്നുള്ളതിൽ ഫസ്റ്റ് സ്മോൾ ലെറ്റർ ഇ ആണ്. ഓക്കെ, അത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ പദവും ഓരോ ഫെനീമും പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. എ, ക, സ്, ആ, മ, ഇ, ന, എ, ഷൻ. എക്സാമിനേഷൻ. എക്സാമിനേഷൻ. ബി, ഇ, ക, സ്, ആ, മ, ഇ, ന, എ, ഷൻ. examination. C, E, K, S, A, I, A, M, E, nation.
examination. D E G G Z A M E N Ation. Examination is the correct pronunciation. Examination. നമ്മൾ സാധാരണ പറയാറ് എക്സാമിനേഷൻ എന്നാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് എക്സാമിനേഷൻ. അവിടെ വേർഡ് സ്ട്രെസ് കൊടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ. എന്നാണ് സ്ട്രെസ് വരേണ്ടത്. നേഷൻ എന്നുള്ളതിന് സ്ട്രെസ്സും കൂടെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 75ന്റെ ഉത്തരം ഡി ആണ്. നെക്സ്റ്റ്, അമേരിക്കൻ ഈക്വലന്റ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓഫ് ദ ബ്രിട്ടീഷ് വേർഡ്. അമേരിക്കൻ ഇംഗ്ലീഷും PGക്ക് എന്തായാലും ഒരു പേപ്പർ കമ്പാരിസൺ വരും. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരും. ഡിഗ്രി ലെവലിൽ അത് വരാറില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അമേരിക്കൻ ഈക്വലന്റ് ഓഫ് ദ ബ്രിട്ടീഷ് വേർഡ് അൾസേഷൻ, എ സ്പീഷീസ് ഓഫ് ഡോഗ്. അൾസേഷൻ എന്നുള്ളത് നായകളുടെ ഒരു ഇനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഓർമ്മിക്കുന്നത്. മാക്ബത്ത് ഹയേഴ്സ് 2 മർഡറേഴ്സ്. ബാങ്കോയെ കൊല്ലാൻ വേണ്ടി 2 കൊലയാളികളെ മാക്ബത്ത് വാടകയ്ക്ക് എടുക്കുന്ന ഒരു സീനുണ്ട്. അവരുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പൊ പലതരം സ്പീഷീസ് ഓഫ് ഡോഗ്സിനെ കുറിച്ച് മാക്ബത്ത് സംസാരിക്കുന്നുണ്ട്. ആ സീനൊന്ന് ശരിക്കും ശ്രദ്ധിക്കാം. ബാങ്കോയെ കൊല്ലാൻ വേണ്ടിയാണ് 2 എന്ത് ചെയ്യുന്നത്, വാടക കൊലയാളികളെ ആര് ഹയർ ചെയ്യുന്നത്, വാടകയ്ക്ക് എടുക്കുന്നത് മാക്ബത്ത്. അവരുമായിട്ടുള്ള ടോക്കിനിടയിൽ പല ഇനത്തിൽപ്പെട്ടിരിക്കുന്ന പട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അൾസേഷ്യൻ, പൊമേരിയൻ, മനസ്സിലായില്ലേ? ഇപ്പോ ബ്രിട്ടീഷ് നെയിമാണ് അൾസേഷ്യൻ. അതിന് ഈക്വലന്റ് ആയിക്കൊണ്ടുള്ള അമേരിക്കൻ നെയിം എന്ത് എന്നുള്ളതാണ്. സ്പാനിയൽ, ഹൗണ്ട്, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്. ഇതെല്ലാം തന്നെ പല സ്പീഷീസിൽ പെട്ടിരിക്കുന്ന ഡോഗ്സിന്റെ പലതരം സ്പീഷീസ് ആണ്, പലതരം ഇനമാണ്. സ്പാനിയലും ഹൗണ്ടും ഡോബർമാനും ജർമ്മൻ ഷെപ്പേർഡ്. അൾസേഷ്യൻ എന്നുള്ള ബ്രിട്ടീഷ് വേർഡിന് തുല്യമായിക്കൊണ്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ ജർമ്മൻ ഷെപ്പേർഡ്. ഓർമ്മിക്കാം, ജർമ്മൻ ഷെപ്പേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 77. He was accused dash murder. Add suitable preposition. ഗ്രാമർ ആണ്, ഓർമ്മിക്കാം. He was accused of murder. Accused of. കൊളൊക്കേഷൻ പോലെ. ഇംഗ്ലീഷിൽ കൊളൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കാം, ചില പ്രത്യേക പദങ്ങളോടൊപ്പം മറ്റ് ചില പ്രത്യേക പദങ്ങളെ കൂടിച്ചേരുകയുള്ളൂ. ഇപ്പൊ കമ്മിറ്റ് സൂയിസൈഡ്, മനസ്സിലായി, മേക്ക് ബെറ്റ്. അതേ രീതിയിൽ ഇംഗ്ലീഷിൽ ചില പദങ്ങളോടൊപ്പം ചില പ്രത്യേക പ്രിപ്പോസിഷൻ കടന്നു വരാറുണ്ട്. അക്യൂസിനോടൊപ്പം കടന്നു വരുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് അക്യൂസ് ഓഫ്. ആരോപണം ഉന്നയിക്കുക. He was accused of murder. So the right answer is option B. Accused with അല്ല, accused by അല്ല, accused on അല്ല. Okay. Antonym of zenith. Zenith means മൂർധന്യം, ഉച്ചി, ഏറ്റവും ടോപ്പ് എന്നുള്ള അർത്ഥമാണ്. അതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദം എന്ത് എന്നുള്ളതാണ്. Antonym of zenith. Option A neo. Option B climax. Option C നദീർ. Option D none. Zenith മൂർധന്യമാണെങ്കിൽ നദീർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. Okay, so the right answer is option C. Next 79. Give one word substitution. Person, animal or object considered likely to bring good fortune. മോൺസ്റ്ററിന്റെ ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല എന്ത് തട്ടിപ്പും, പ്രത്യേകിച്ചും എന്തായിരുന്നു, ആന്റിക്സ് ആയിരുന്നു. ആന്റിക്സ് വെച്ചുകൊണ്ടാണ്, പുരാതന വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് ഒരുപാട് ട്രോളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ വീട്ടില് ഈ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു, മനസ്സിലായി, നമുക്ക് ആ വസ്തു ആ ആളെ ഒരു വ്യക്തിയായിക്കൊണ്ടാവാം. ചില ആളുകൾ ചില കുടുംബത്തിലൊക്കെ എൻ്റെ ലക്കി സൺ അല്ലെങ്കിൽ ലക്കി ഡോട്ടർ എന്ന് പറയാറുണ്ട്. ചില ആളുകൾ പറയും, ഫാദറും മദറും ഒക്കെ പറയും, എൻ്റെ ഭാഗ്യം, എൻ്റെ ഇന്ന മകനാണ് മകളാണെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ആനിമൽ ആവാം നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്, ഓർ എൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു ആവാം. അതിന് കൊടുക്കുന്ന പേര് വൺ വേർഡ് എന്ത് എന്നുള്ളതാണ്. പേഴ്സൺ, ആനിമൽ ഓർ ഒബ്ജക്റ്റ്
കൺസിഡേർഡ് ലൈക്ലി ടു ബ്രിങ് ഗുഡ് ഫോർച്യൂൺ, സൗഭാഗ്യം നമുക്ക് കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിന് ഒറ്റ വസ്തു. ഇറ്റ്സ് മാസ്കറ്റ്. ഓർമ്മിക്കാം, മാസ്കറ്റ്. ബാക്കി പദങ്ങളൂടെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. മാസ്കറ്റ് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഒരു ആനിമലിനോ കൊടുക്കുന്ന പേരാണ് മാസ്കറ്റ്. ഒറക്കിൾ മീൻസ് അശരീരിയാണ്, വെളിപാട് അശരീരി. ഒപ്പോണന്റ് മീൻസ് enemy, ശത്രുവാണ്. നെൽ മീൻസ് ഡെത്ത് ബെൽ, മരണമണിയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി, പള്ളിയിൽ നിന്നും പതുക്കെ മുഴങ്ങുന്ന മണിക്കാണ് നെൽ എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് വേർഡ് ക് ഈസ് സൈലന്റ്. അറിയാതെ ഞാൻ ഓർമ്മിക്കുകയാണ്, തോമസ് ഗ്രേയുടെ ഫസ്റ്റ് ലൈൻ, തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ചിയാണ്. അതിലെ ആദ്യ വരി ഇങ്ങനെയാണ് തുടങ്ങുന്നത്: The curfew tolls the knell of parting day. The curfew tolls the knell of parting day എന്നാണ്. തെറ്റിയിട്ടില്ല. നിങ്ങൾ എലിജി എടുത്ത് ആദ്യ വരി നോക്കുക, ആ വരി അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ നെൽ മീൻസ് മരണമണിയാണ്. ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞു എന്നേയുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തിയോ മൃഗമോ വസ്തുക്കൾക്കോ കൊടുക്കുന്ന പേരാണ് മാസ്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. Use of audio visual aids can. Why do we use audio visual aids in classrooms? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓഡിയോ വിഷ്വൽ, അല്ലേ, ദൃശ്യ ശ്രവണം എന്നൊക്കെ പറയും, കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്ന എയ്ഡ്സ് മീൻസ് ഹെൽപ്സ്, സഹായം വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്ന. ഓപ്ഷൻ എ, പ്രൊവൈഡ് സ്പീഡ് ഫോർ ദ ടീച്ചർ, മേക്ക് ദ സ്റ്റുഡൻസ് lethargic, സ്റ്റിമുലേറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായി? ഒരു ചിത്രം കാണുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഒരു കാവ്യം നല്ല രീതിയിൽ ചൊല്ലിക്കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരിക്കും. ഇറ്റ് മേ സ്റ്റിമുലേറ്റ്. അപ്പോൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ടു സ്റ്റിമുലേറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One of the 30 boys of the class dash absent today. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഞാനായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ വിദ്യാർത്ഥികളെ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആക്കാൻ ഓഫ് ദി ക്ലാസ് ഒഴിവാക്കുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ കൺഫ്യൂഷനായി. അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹിയർ വൺ ഓഫ് ദ ബോയ്സ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം വൺ ഓഫ് ദ ബോയ്സ് ഓഫ് ദ ക്ലാസ് ആയിക്കൊള്ളട്ടെ, മൊത്തം എഴുതി കഴിഞ്ഞാൽ ഹിയർ there are two subjects. Boys ഉണ്ട്, one ഉണ്ട്. So who is the real subject? Here it is, of course, one. ക്ലാസ്സിലെ 30 കുട്ടികളിൽ ഒരാൾ ആബ്സെന്റ് ആണ്. So the real subject of the sentence is one. അവിടെ ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. ശരിക്കും ശ്രദ്ധിക്കാം. One of the 30 boys is absent today ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓഫ് ദ ക്ലാസ് ഇവിടെ തന്നുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി. ഓഫ് ദ ക്ലാസ് ഇല്ലെങ്കിൽ ഈസ് തൊട്ട് 10 ബോയ്സിനോട് ചേർന്ന് നിൽക്കുക ചെയ്യും. അപ്പൊ അതാണ് റൈറ്റ്, സോറി, ആറാണ് റൈറ്റ് ആൻസർ എന്ന് അറിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. കാരണം ബോയ്സ് പ്ലൂറലാണ്, അതുകൊണ്ട് 6 വരുമെന്ന് അല്ല. ഇതിൽ റിയൽ സബ്ജക്ട് ഈസ് 1. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഈസ് one of the 30 boys of the class is absent today. Okay, next question 82. Select the sentence with the proper word order. Syntax ഉമായിട്ട് ബന്ധപ്പെട്ടാണ്. Syntax deals with the study of the word order. പദങ്ങളെ ഓരോ ഭാഷയിലും ഓരോ രീതിയിലാണ് ക്രമീകരിക്കുക. മനസ്സിലായി? ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് SVO സബ്ജക്ട്. പൊതുവെ ഇംഗ്ലീഷ് അറിയപ്പെടുന്നത് SVO ലാംഗ്വേജ് എന്ന പേരിലാണ്. ഓർമ്മിക്കാം, SVO ലാംഗ്വേജ്. ഇംഗ്ലീഷ് മിക്കവാറും എഴുതുക SVO സ്ട്രക്ചറിലാണ്. സബ്ജക്ട് ഈസ് ഫോളോഡ് ബൈ വേർബ്, വേർബ് ഈസ് ഫോളോഡ് ബൈ ഒബ്ജക്റ്റ്. പക്ഷെ മലയാളം നേരെ തിരിച്ചാണ്. ഓക്കെ, മലയാളത്തിൽ അങ്ങനെയല്ല, SVO അല്ല, SOV ആണ്. ഇപ്പൊ സപ്പോസ് വി ആർ ലേണിംഗ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. വി ഈസ് ദ സബ്ജക്ട്, are learning is the verb, language and linguistics is the object. So the pattern is SVO. പക്ഷെ മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുകയാണ്.
സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മലയാളം SOV ആണെങ്കിൽ ഇംഗ്ലീഷ് SVO ആണ്. ഇങ്ങനെ ഭാഷയെ ചോംസ്കി പറയുന്നു 37ഓളം രീതിയിൽ നമുക്ക് ഗ്രാമാറ്റിക്കൽ ആയിക്കൊണ്ട് സെന്റൻസുകൾ എഴുതാം എന്നാണ് നോം ചോംസ്കി പറയുന്നത്. മനസ്സിലായില്ലേ? വേർഡ് ഓർഡർ അല്ലെങ്കിൽ സിന്റാക്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് വേർഡ് ഓർഡർ ഇതിൽ ഏത് സെന്റൻസ് എന്നുള്ളതാണ്. നോക്കാം, എല്ലാം ഞാനൊന്ന് വായിക്കാം. A. Girl of nice manners and appearance wanted to telephone. Girl wanted to telephone of nice manners and an appearance. Girl to telephone wanted of nice manners and appearance. Girl of nice manners and appearance telephone wanted to. So, the right word order is A. Girl of nice manners and appearance wanted to telephone. ഇവിടെ ഗേൾ ഓഫ് നൈസ് മാനേഴ്സ് ആൻഡ് അപ്പിയറൻസ് വരെ സബ്ജക്റ്റ് ആണ്, വാണ്ടഡ് വേർബ് ആണ്, മറ്റ് എന്താണ് അതിനുശേഷം കടന്നു വരുന്ന ഫ്രേസ് ആണ് ടു ടെലിഫോൺ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വേർഡ് ഓർഡർ. സിനനിം ഓഫ് ചാറ്റോ. ചാറ്റോ എന്നുള്ളതിന്റെ സിനനിം മീൻസ് എന്താണ്? സെയിംനെസ് മീനിങ് ആണ്, ഒരേ അർത്ഥം കിട്ടുന്നതാണ്. ഓപ്പോസിറ്റ് മീനിങ് ആണെങ്കിൽ ആന്റണിം എന്നാണ്. CHADOR ചാറ്റോ. എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോയതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായിരുന്നാലും ആ പദത്തിനർത്ഥം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടതാണ്, എ ലൂസ് റോബ്, അയഞ്ഞ വസ്ത്രം എന്നുള്ളതാണ്. എ ബിഗ് വെഹിക്കിൾ അല്ല, വലിയ വാഹനമല്ല. എ മോർട്ടൽ ഡിസീസ്, മാരക രോഗമല്ല. ടോയ് ഫോർ കിഡ്സ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല. എ ലൂസ് റോബ്. ഓർമ്മിക്കാം. ഇങ്ങനെ എന്താണ് അപൂർവമായിട്ടുള്ള പദങ്ങൾ, അവയുടെ ഒരു ലിസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ തയ്യാറാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One who can use both the hands equally well. Most of the people are right-handed. Rare are left-handed. മിക്കവാറും ആളുകളൊക്കെ വലത് കൈക്കാരാണ്. നമ്മൾ നാടൻ ഭാഷയിൽ വലത്തോടന്മാർ എന്നൊക്കെ പറയും. വലത്ത് കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപൂർവം ചില ആളുകൾ ഇടത് കൈയാണ്. പക്ഷെ രണ്ട് കൈകളും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന പേര് എന്ത് എന്നുള്ളതാണ്. ambidextrous. ഓർമ്മിക്കാം, ambidextrous. ആംബിവലന്റ്, ആംബിഗ്വസ്, ആംബിജനസ് എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുന്നു. ആംബിഗ്വസ് ഒക്കെ ലിറ്ററേച്ചറിൽ എപ്പോഴും വരുന്നതാണ്. ആംബിവലന്റ്, ടു ആറ്റിറ്റ്യൂഡ്. ബാക്കി ഞാൻ പറയുന്നില്ല. മറ്റുള്ള പദങ്ങൾ ഇവയുടെ അർത്ഥം എന്ത് എന്ന് ഒന്ന് കണ്ടെത്തുക. ഓക്കെ, വൺ ഹു ക്യാൻ യൂസ് both the hands equally well is ambidextrous. Okay, next question. The teacher drew a tree on dash blackboard. But which word is an, a, the, any? On the blackboard is the right answer. ഇവിടെ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, the teacher drew a tree on the blackboard. ഓർമ്മിക്കാം, on the blackboard. Okay, next question. The minister expressed his concern over the people affected by floods. Concern over എപ്പോഴും ഇംഗ്ലീഷിൽ അധികേണ്ടതാണ്. അപ്പൊ എന്താണ്? The minister expressed his concern. തന്റെ വിഷമം, ദുഃഖം, സങ്കടം ആദ്യം ഒക്കെ അറിയിച്ചു ഫ്ലഡ് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ. കൺസേൺ ഫോർ അല്ല, കൺസേൺ ഓവർ. ഓക്കെ, ബി ഈസ് ദ റൈറ്റ്. പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യു ക്യാൻ ഷുവർലി എക്സ്പെക്ട് വൺ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രിപ്പോസിഷൻ വരാൻ സാധ്യതയുള്ളതൊക്കെ ഒന്ന് നോക്കാം. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞൊന്ന് കഴിഞ്ഞു. കൺസേൺ ഓവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ മീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു, ലിംഗ്വിസ്റ്റിക്സിന് പല ബ്രാഞ്ചുകളുണ്ട്. സെമന്റിക്സ്, ഫെനോളജി, ഫെനറ്റിക്സ്, സിൻടാക്സ്, മോർഫോളജി. ഓർമ്മിക്കാം, അതിൽ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സെമന്റിക്സ്. ഫെനോളജി ഫെനീംസിനെ കുറിച്ച്, ധ്വനികളെ കുറിച്ച് പഠിക്കുന്നതാണ്. മോർഫോളജി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മോർഫിങ്സ് എടുത്ത് പഠിക്കുന്നതാണ്. സിൻടാക്സ് വേർഡ് ഓർഡർ, ദ റൈറ്റ് വേർഡ് ഓർഡർ. സെമന്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മീനിങ്സ്. ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 88. Complete with a suitable clause. If he had asked me dash. The if clause ആയിട്ട് ബന്ധപ്പെട്ടാണ്. if clause. അതിനു മുമ്പ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് if clause ഉണ്ട്.
റിയൽ കണ്ടീഷൻ, കണ്ടീഷണൽ ക്ലോസിൽ അൺറിയൽ കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ. ഒരു 3 സെന്റൻസ് നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഓഡിയോ വിഷ്വൽസ് കേൾക്കുന്ന അവസരത്തിൽ എപ്പോഴും ഒരു പേനയും പേപ്പറും അടുത്തുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അത് തെരഞ്ഞു പിടിക്കാൻ പോകരുത്, പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു 3 ക്ലൂസ് എഴുതും. 1 if he studies well, if he studies well, he will pass, he will pass. അതിന് നേരെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്ക് റിയൽ കണ്ടീഷൻ. if he studies well, he will pass, റിയൽ കണ്ടീഷൻ. അടുത്ത സെന്റൻസ് എഴുതും. if he studied well, if he studied well, he would pass, he would pass. ബ്രാക്കറ്റിൽ എഴുതും അൺറിയൽ കണ്ടീഷൻ. മൂന്നാമത്തെ സെന്റൻസ് എഴുതും. if he had studied well, if he had studied well, had studied well, he would have passed, he would have passed. ഇമ്പോസിബിൾ കണ്ടീഷൻ ബ്രാക്കറ്റിൽ ഇത് ഇമ്പോസിബിൾ കണ്ടീഷൻ. അപ്പൊ റിയൽ കണ്ടീഷനിൽ ഈഫ് ക്ലോസിലെ ക്രിയ നോക്കാം സ്റ്റഡീസ്, മെയിൻ ക്ലോസിലെ ക്രിയ നോക്കാം സിമ്പിൾ ഫ്യൂച്ചർ വിൽ പാസ്. ഇനി അൺറിയൽ കണ്ടീഷനിൽ സ്റ്റഡീഡ്, അപ്പൊ അപ്പുറത്ത് വന്നിരിക്കുന്ന മെയിൻ ക്ലോസിൽ വുഡ് പാസ്. ഹാഡ് സ്റ്റഡീഡ് വരുമ്പോൾ വുഡ് ഹാവ് പാസ്ഡ്. ആ സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കാം. ഗ്രാമർ മറ്റൊരു സാറ് പഠിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഗ്രാമറിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇവിടെ ഒന്ന് എന്ത് ചെയ്യുന്നു, ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് വിത്ത് എ സ്യൂട്ടബിൾ ക്ലോസ്. ഇഫ് ഹി ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. 89. It dash rain heavily for a week. The wells are overflowing. ഇവിടെ ഒരു ഷോർട്ട് വേ ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദർ ഇസ് ഫോർ ആൻഡ് സിൻസ് ഇൻ എ സെന്റൻസ്, ഒരു സെന്റൻസിൽ ഫോറോ സിൻസോ കാണുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് സെന്റൻസ് ഡിമാൻഡ്സ് പ്രസന്റ് പെർഫെക്റ്റ് ഓർ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആ സെന്റൻസിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ വെച്ചെഴുതാം. Okay, present perfect continuous tense expresses an action that began in the past and continues up to the moment of speaking and may continue in the future. ശരിക്കും ശ്രദ്ധിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് an action that started in the past, ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി, continues up to the moment of speaking, സംസാരിക്കുന്ന അവസരം വരെ നമ്മൾ തുടരുന്നു, and may continue in future, ഭാവിയിൽ നമ്മൾ തുടർന്നേക്കാം. ഇപ്പൊ ഞാൻ പറയണം I have been teaching English for the last 25 years എന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 25 വർഷമായിക്കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ സെന്റൻസ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. I have been teaching English for the last 25 years. It means I started teaching English 25 years back. Still I teach English and in future also I may teach English. Okay. അങ്ങനെയാണെങ്കിൽ ഇവിടെ റൈറ്റ് ആൻസർ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്. ഒരാഴ്ചയായിക്കൊണ്ട് മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്, കിണറെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ്. സോ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രാമർ എൻ്റെ ഭാഗമല്ല, എന്നിരുന്നാലും ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തന്നു. ഓക്കെ. 90. Use phrasal verb the plane dash repairs. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ സെന്റൻസിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം. എവിടെയോ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. യൂസ് ദ phrasal verb the plane dash, അതിനുശേഷം ഒരു ആഫ്റ്റർ വെച്ച് കൊടുത്താൽ ആഫ്റ്റർ റിപ്പയേഴ്സ്. അപ്പൊ കറക്റ്റായി. ഞാനത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ നോട്ട്സ് ആയിട്ട് ഇത് വിട്ട് തരുമ്പോൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ റിപ്പയേഴ്സ് എന്നുള്ളതാണ്. യൂസ് ഫ്രേസൽ വെർബ് ദ പ്ലെയിൻ ഡാഷ് റിപ്പയേഴ്സ്. വിമാനം നിലത്തുനിന്ന് മേലോട്ട് ഉയരുന്നതിന് ടേക്ക് ഓഫ് എന്ന് പറയാം.
ജസ്റ്റ് ഓപ്പോസിറ്റ് വന്നിറങ്ങുന്നതിന് ലാൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ആ സെന്റൻസ് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ദ പ്ലെയിൻ ടുക്ക് ഓഫ് ആഫ്റ്റർ ദ റിപ്പയേഴ്സ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ പ്ലെയിൻ ടുക്ക് ഓഫ് ആഫ്റ്റർ ദ റിപ്പയേഴ്സ്. റിപ്പയർ ഒക്കെ കേടുപാടുകളെല്ലാം തീർത്തതിന് ശേഷം വിമാനം പറന്നുയർന്നു. ടേക്ക് ഓഫ്, ലാൻഡ് വിട്ട് മേലോട്ട് ഉയരുക. ലാൻഡ് മീൻസ് ആകാശം വിട്ട് ഭൂമിയിലേക്ക് പറന്നിറങ്ങുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹാവ് നെവർ ഈറ്റൻ സച്ച് നൈസ് മാംഗോസ് ആസ് ദിസ്. ഇതുപോലുള്ള സച്ച് നൈസ് മാംഗോസ്. ഓർമ്മിക്കാം, ഫോർ അല്ല, ഫോർ നൈസ് മാംഗോസ് ഒരിക്കലും യോജിക്കില്ല. ദാറ്റ് നൈസ് മാംഗോസ് യോജിക്കില്ല. ബോത്ത് മീൻസ് രണ്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു പ്രയോഗമാണ്. ഐ ഹാവ് നെവർ ഈറ്റൺ സച്ച് ഡിലീഷ്യസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. സച്ച് മനസ്സിലായില്ലേ? ഐ ഹാവ് നെവർ ഈറ്റൺ സച്ച് നൈസ് മാംഗോസ് ആസ് ദിസ്. ഓക്കെ, 92 റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ്, ഡിഡ് യു ഈറ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്? നീ ഇന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചു? അത് നോക്കാം. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ്. ഓരോ ഓപ്ഷനും നോക്കാം. ഇഫ് ഹി എയ്റ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്, ബി ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദിസ് മോർണിംഗ്. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ഹി എയ്റ്റ് എനിത്തിങ് ദിസ് മോർണിംഗ്. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ഇഫ് ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ്. ഈ 4 ഓപ്ഷനിൽ 1-2 ഓപ്ഷൻസ് ഒഴിവാക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഡ് യു ഈറ്റ് എന്നുള്ള അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും റിപ്പോർട്ടഡ് പാർട്ടിനെയും ഒന്നാക്കി മാറ്റാൻ ഈഫോ അൺലെസ്സോ ഉണ്ടായിരിക്കും. അപ്പൊ ഈഫും അൺലെസ്സും ഇല്ലാത്ത ബിയും സിയും അങ്ങ് ഒഴിവാക്കാം. അതില് ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ദാറ്റ് എന്നുള്ളതാണ്. സിയില് ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ഹി എയ്റ്റ് എന്നുള്ളതാണ്. രണ്ടും ഒഴിവാക്കാം. Now there remains A and D. ഇനിയിപ്പോൾ എയും ഡിയും ആണ് ശേഷിക്കുന്നത്. The doctor asked the patient if he ate. But did you eat എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അതിൽ വീണ്ടും ദിസ് എന്നുള്ള ഓപ്ഷൻ എയിൽ ദിസ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ ദിസ് എന്നുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ദാറ്റ് ആയിട്ട് മാറും. പിന്നെ സിമ്പിൾ പാസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ആയിക്കൊണ്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി എഴുതാം. സിമ്പിൾ പാസ്റ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആയിക്കൊണ്ട് നിലനിർത്താം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ അവിടെ റൈറ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ഇഫ് ഹി ഹാഡ് ഈറ്റൺ എനിത്തിങ് ദാറ്റ് മോർണിംഗ്. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, റിപ്പോർട്ടിംഗ് ഒക്കെ മറ്റേ സാറ് പഠിപ്പിച്ചു കാണും. ആ സാറ് പഠിപ്പിച്ചിരുന്നത് എന്താ? ബുഷേർ സാർ. ഓർമ്മിക്കാം, അയാൾ പഠിപ്പിച്ചു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. ടാഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സോ ദ ടാഗ് മസ്റ്റ് ബി നെഗറ്റീവ്. ഡിഡിൻറ്റ് ഇറ്റ്. റെയിൻഡ് എന്നുള്ളതിൽ ഡിഡ് സ്പ്ലിറ്റ് ചെയ്യാം. നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡിൻറ്റ് ഇറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി. കൂടുതൽ പറയേണ്ടതില്ല. ടാഗ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ഓക്കെ, his eyes caught question 94. His eyes caught a heap of letters. അവന്റെ കണ്ണുകൾ ഒരു കൂട്ടം ലെറ്റേഴ്സിൽ ചെന്ന് ഉടക്കി, അല്ലെങ്കിൽ ദൃഷ്ടി പതിഞ്ഞു. They were lying on the table. Combine using a relative clause. റിലേറ്റീവ് ക്ലോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ്, വിച്ച്, വെന്, വേറ്, ഹു, ഹുസ്. ഹു, ഹുസ്, ഹും വ്യക്തികൾക്കാണെങ്കിൽ ദാറ്റ്, വിച്ച്. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരുന്നത്, ശരിക്കും ശ്രദ്ധിക്കാം. റിലേറ്റീവ് ക്ലോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ്, വിച്ച്, വെന്, വേറ്, ഹു, ഹുസ്, ഹുമാണ്. ദാറ്റ്, വിച്ച് മിക്കവാറും ഒബ്ജക്ട്സിന്, വസ്തുക്കൾക്ക് വെച്ചു കൊടുക്കുന്ന. ഹു, ഹുസ്, ഹും എന്നുള്ള വ്യക്തികൾക്ക് വെച്ചു കൊടുക്കുന്ന. അപ്പോൾ അവിടെ കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റാൻ. His eyes caught a heap of letters and എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണ്, അത് തെറ്റാണ്. His eyes caught a heap of letters but വീണ്ടും കോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചുകൊണ്ടാണ് എന്ത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, തെറ്റാണ്. His eyes caught a heap of letters which were lying on the table is the right answer. ഓക്കെ, ഇവിടെ വിച്ച് വെച്ചുകൊണ്ടാണ്, കാരണം ലെറ്റേഴ്സ് ഇനാനിമേറ്റ്, ജീവനില്ലാത്തതാണ്.
Okay, his eyes caught a heap of letters which were lying on the table. Option C is the right answer. Question 95. Is Malayalam spoken by them? Passive expression ആണ് നൽകിയിരിക്കുന്നത്. Change the voice ആക്റ്റീവിലേക്കാണ്. Do they speak Malayalam? അതാണ്. Do they speak Malayalam? Do they speak Malayalam എന്നുള്ള പാസീവ് ആകുമ്പോൾ do does എപ്പോഴും ശ്രദ്ധിക്കാം. ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന അവസരത്തിൽ പ്രസന്റ് ടെൻസിനെ പ്രസന്റ് ആയിക്കൊണ്ട് തന്നെ നിലനിർത്തണം. ഓക്കെ, അപ്പോൾ ഡു ഡസ് എന്നുള്ളൊരു പാസീവ് എന്താണ്? ഈസ് ആർ. ഇവിടെ ഈസ് എന്നുള്ളതിന്റെ ആക്റ്റീവ് എന്താണ്? ഡു ഡസ് ആണ്. ഇപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. റൈറ്റ് റൈറ്റ്സ്, റൈറ്റിൽ അടങ്ങിയിട്ടുള്ള ഡു ആണ്, റൈറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ഡസ് ആണ്. അതിന്റെ പാസീവ് എന്താണെന്ന് ചോദിച്ചാൽ ഈസ് റിട്ടൺ, ആർ റിട്ടൺ. സ്പീക്ക് സ്പീക്സ്, പാസീവ് എന്താണ്? ഈ സ്പോക്കൺ, ആർ സ്പോക്കൺ. ഈറ്റ് ഈറ്റ്സ്, ഈ സ്പോക്കൺ, ആർ സ്പോക്കൺ. അപ്പൊ നേരെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡു ദേ സ്പീക്ക് മലയാളം. ഇനി കൂടുതൽ ഗ്രാമർ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഗ്രാമർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് ഞാൻ വെച്ച് തരാം. നിങ്ങൾ നിങ്ങളുടെ നൗഷാദ് സാറിനോട് പറയുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഡു ദേ സ്പീക്ക് മലയാളം എന്നുള്ളതാണ് ഈസ് മലയാളം സ്പോക്കൺ ബൈ ദം. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ക്വസ്റ്റ്യൻ വരുന്ന അവസരത്തിൽ കുറച്ച് കൺഫ്യൂഷൻ വരും, കോംപ്ലിക്കേഷൻ വരും. അതതിൻ്റെ ഒരു ടെക്നിക്ക്, അതങ്ങോട്ട് മാറ്റേണ്ട ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അടിച്ചു പരത്തി പറയാൻ സമയമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റ് എന്നുള്ളത് മറ്റൊന്നുമല്ല. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു, നോക്കാം. ഡിവൈസസ് യൂസ് ടു കീപ് ക്ലാസ് റൂം ക്ലീൻ. ക്ലാസ് റൂം വൃത്തിയാക്കാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്ന ഡിവൈസസ്? ഓഡിയോ or video programs on the web. Blackboard used to write in the classroom. None of these. Podcast എന്നുള്ള തന്നെ ഒരു ടെക്നിക്കൽ ടേം ആണ്. അതുകൊണ്ട് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്രോഗ്രാംസ് ഓൺ ദ വെബ്, വെബിൽ ഉപയോഗപ്പെടുത്തുന്ന ഓഡിയോ അല്ലെങ്കിൽ അപൂർവമായിട്ട് വീഡിയോ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് പോഡ്കാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡിസ്കോഴ്സ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ടീച്ച്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, പറഞ്ഞും കേട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കോഴ്സ് മെത്തേഡ്, ഒരു തരം കോൺവെർസേഷൻ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ടീച്ച്. പോയട്രി, ഡ്രാമ, പ്രോസ്, ഗ്രാമർ. ഓഫ് കോഴ്സ് ഗ്രാമർ. സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പറഞ്ഞൊക്കെ പഠിപ്പിക്കാൻ നല്ല എന്താണ് ഗ്രാമർ. ദ പെയിന്റർ ഓഫ് ദ പോർട്രേറ്റ് ഓഫ് ദ ലാസ്റ്റ് ഡച്ചസ്. മൈ ലാസ്റ്റ് ഡച്ചസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡ്രമാറ്റിക് മോണോലോഗ് written by Robert Browning, a poet of the Victorian age. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു ആര്? റോബർട്ട് ബ്രൗണിങ്. റോബർട്ട് ബ്രൗണിങ് പോയട്രിയിലേക്ക് കൊണ്ടുവന്ന എ ന്യൂ ഷോറ, ഒരു പുതിയ കലാരൂപമാണ് ഡ്രമാറ്റിക് മോണോലോഗ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് മൈ ലാസ്റ്റ് ഡച്ചസ് അറിയപ്പെടുന്നത്. അതിൽ പ്രഭു പറയുന്നുണ്ട്, എൻ്റെ ഡച്ചസിന്റെ ചിത്രം ചുമരിൽ വരച്ചിരിക്കുന്ന പ്രാ ഫൻറ്റോ, പുരോഹിതനായിരിക്കുന്ന ഒരു പാൻറ്റോൽഫ് ആണ് എന്ന് പറയുന്നുണ്ട്. പാൻറ്റോൽഫ് എന്നാണ് അവസാനത്തെ ടി എന്നുള്ള എഫ് ആക്കി മാറ്റുക. ഫ്രാ പാൻറ്റോൽഫ്. ആ പോം ഒന്ന് വായിച്ചു പോകുമ്പം ഫ്രാ പാൻറ്റോൽഫ് സൂക്ഷ്മമായിട്ട് സ്കാൻ ചെയ്യാം. ഫ്രാ പാൻറ്റോൽഫ്സ് ഹാൻഡ്സ് വർക്ക്ഡ് ബിസിലി എ ഡേ എന്ന് പറയുന്നുണ്ട്. ഫ്രാ പാൻറ്റോൽഫ്സ് ഹാൻഡ്സ് വർക്ക്ഡ് ബിസിലി എ ഡേ ആൻഡ് there she stands എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാ പാൻറ്റോൽഫിന്റെ കൈകൾ ഒരു ദിവസം കഠിനാധ്വാനം ചെയ്തു, അതിന്റെ ഫലമായി അതാ അവൾ ചുമരിൽ നിൽക്കുന്നു എന്ന്. അതിനർത്ഥം പുരോഹിതനായിരിക്കുന്ന പാൻറ്റോൽഫ് ഒരു ദിവസം മുഴുവൻ എടുത്താണ് ആ ചിത്രം വരച്ചിരിക്കുന്നത് എന്നാണ്. ഓക്കെ, ദ പെയിന്റർ ഓഫ് ദി പോർട്രേറ്റ് ഓഫ് ദ ലാസ്റ്റ് ഡച്ചസ്. അതിലെ പെയിന്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ഫ്രാ പാൻറ്റോൽഫ്. നെക്സ്റ്റ് 99. മാത്യു ആർണോൾഡ് ബിലോങ്സ് ടു. നേരത്തെ പറഞ്ഞാണ്, വീണ്ടും പറയേണ്ടതില്ല. ഏതാണ്? വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ 3 കവികളുടെ പേര് എപ്പോഴും എഴുതി വെക്കാം. ഞാൻ 2, 3, 4 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്. മാത്യു ആർണോൾഡ്, റോബർട്ട് ബ്രൗണിങ്, ലോർഡ് ടെന്നിസൺ. ഓക്കെ, അതിൽ ഇവിടെ മാത്യു ആർണോൾഡ് ബിലോങ്സ് ടു ദ വിക്ടോറിയൻ ഏജ്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, that's an important question. Who wrote the wretched of the earth? The wretched, നശിച്ചവർ, ഒന്നിനും കൊള്ളാത്തവർ. The wretched of the earth ആര് എഴുതിയിരിക്കുന്ന? Who authored അല്ലെങ്കിൽ who wrote?
Of course, The Wretched of the Earth is written by ഫ്രാൻസ് ഫാനൺ. ഫ്രാൻസ് ഫാനനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഫ്രാൻസ് ഫാനൺ ആണ് എന്ത് പെൻ ചെയ്തിരിക്കുന്നത്? ദ റെച്ചഡ് ഓഫ് ദി എർത്ത്. പെൻഡ്, ഓതേർഡ്, റോട്ട്, മൂന്നൊന്ന് അർത്ഥത്തിൽ ഒരു പുസ്തകം എഴുതുന്നതിന് നമുക്ക് എന്തൊക്കെ പറയാം? റോട്ട് എന്ന് പറയാം, പെൻഡ് എന്ന് പറയാം, അതല്ല എങ്കിൽ ഓതേർഡ് എന്ന് പറയാം. അപ്പൊ ദ റെച്ചഡ് ഓഫ് ദ എർത്ത് ഈസ് ഓർ വാസ് പെൻഡ് ബൈ ഫ്രാൻസ് ഫാനൺ. Okay, we shall meet in our next class.